World and PSCയുടെ പുതിയ അപ്ഡേറ്റ്സ് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്ത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായി അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യുക. ഹലോ എവ്രിവൺ, എല്ലാ മാന്യ പ്രേക്ഷകർക്കും GK World and PSCയുടെ ഇന്നത്തെ പുതിയ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ മറക്കാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട്, ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് ഫലപ്രദമായി തോന്നുന്നെങ്കിൽ ദയവായി ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്ന ക്ലാസ്സുകളെല്ലാം മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ FB പേജായ GK World and PSC എന്ന പേജ് നിങ്ങൾ FBയിലേക്ക് ഒന്ന് കയറുമ്പോൾ ലൈക്ക് ചെയ്യുക. പുതിയ PSC നോട്ടിഫിക്കേഷൻസും എക്സാം റിസൾട്ട്സും ഒക്കെ നിങ്ങൾക്ക് ഞങ്ങളുടെ പേജിൽ നിന്ന് ലഭ്യമാകുന്നതാണ്. അപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞിരുന്നു, നമ്മൾ ഇനി വരുന്ന ഏപ്രിൽ 7-ന് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന തസ്തികയുടെ എക്സാം ആണ് നടക്കാൻ പോകുന്നത്. ഒട്ടനേകം ഒഴിവുകൾ രേഖപ്പെടുത്തിയ ഈ ഒരു പോസ്റ്റിലേക്ക് ഇഷ്ടംമാതിരി ഒരുപാട് പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ കട്ട് ഓഫ് മാർക്ക് കുറവായിരിക്കാനാണ് സാധ്യത. കഴിഞ്ഞ വർഷത്തെ എക്സാമിൽ വളരെ കുറഞ്ഞ കട്ട് ഓഫ് ആയിരുന്നു. ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാകുന്നതാണ്. അതോടൊപ്പം തന്നെ വിമൻസിനും പ്രത്യേക പരിഗണന നൽകിക്കൊണ്ടാണ് ഈ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാം നടത്തുന്നത്. അപ്പോൾ ഇതിന്റെ മീഡിയം എല്ലാവർക്കും അറിയാം, ഇംഗ്ലീഷ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വരുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസ് എക്സാമിനേഷനിൽ നമുക്ക് ഷുവർ ആയിട്ടും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചോദ്യോത്തരങ്ങളാണ് പഠിക്കുന്നത്. ദയവായി നിങ്ങളിത് വായിച്ച് വെറുതെ കേട്ട് പോവാതെ അപ്പോൾ തന്നെ ബൈഹാർട്ട് ഇത് പഠിക്കുക. ഇനി 5-6 ദിവസം കൂടി എക്സാമിനുള്ളൂ. നല്ല പോലെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും വിജയം 100% ഉറപ്പാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ക്രാഷ് കോഴ്സായിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യോത്തരങ്ങൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം തന്നെ ഈ വരുന്ന എക്സാമിന് നമുക്ക് ഷുവർ ആയിട്ടും 10% എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യോത്തരങ്ങൾ ഇതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറസ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഇന്ന് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ഷുവർ ആയിട്ടും ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കുക. നമുക്ക് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഇപ്പം ഞാൻ പറയുന്നത്. അതും ഫോറസ്റ്റ് ആയിട്ട് റിലേറ്റഡ് ആണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പഠിക്കുമ്പോൾ ഇത് തറവായിട്ട് പഠിച്ചിട്ട് പോവാൻ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തീർച്ചയായിട്ടും വരുന്ന എക്സാമിൽ എക്സ്പെക്ട് ചെയ്യാം. Who was Kerala's first Minister for Forest? ആദ്യത്തെ വനം വകുപ്പ് മന്ത്രിയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം KC ജോർജ്. KC ജോർജ് ആണ് കേരളത്തിലെ ആദ്യത്തെ വനം വകുപ്പ് മന്ത്രി. അടുത്ത ചോദ്യം, Where is the headquarters of the Kerala's Forest Development Corporation? കേരള വനം വകുപ്പ് കോർപ്പറേഷന്റെ ഹെഡ്ക്വാർട്ടർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം കോട്ടയം ആണ്. അടുത്ത ചോദ്യം, In which wildlife sanctuary is the തുനക്കടവ് റിസർവർ situated? തുനക്കടവ് വൈൽഡ് സാങ്ച്വറി റിസർവർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം പറമ്പിക്കുളമാണ്. പറമ്പിക്കുളം. അടുത്ത ചോദ്യം, The കുറിയാർകുട്ടി റിവർ ഫ്ലോസ് ത്രൂ which wildlife sanctuary? ഏത് വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലൂടെയാണ് കുറിയാർകുട്ടി റിവർ ഫ്ലോ ചെയ്യുന്നത്? ഉത്തരം പറമ്പിക്കുളമാണ്. അപ്പോൾ പറമ്പിക്കുളത്തെ കുറിച്ച് 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. ഏതാണ്? തുണക്കടവ് റിസർവറും അതോടൊപ്പം തന്നെ കറുകക്കുട്ടി റിവറും ഒഴുകുന്നത് പറമ്പിക്കുളം വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലൂടെയാണ്. അടുത്ത ചോദ്യം, കണ്ണിമര തേക്ക് said to be Asia's largest തേക്ക് situated in which wildlife sanctuary? തുണക്കടവ് പറമ്പിക്കുളം തന്നെയാണ് ഇതും ഉത്തരം വരുന്നത്. കണ്ണിമര തേക്ക് എന്ന് പറയുന്നത് ഏഷ്യയിലെ ലാർജസ്റ്റ് തേക്കാണ്. ഇത് ഉള്ളത് പറമ്പിക്കുളം തുണക്കടവ് പറമ്പിക്കുളം വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലാണ്. In which year was Silent Valley declared as National Park? സൈലന്റ് വാലി നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ചത് 1984-ലാണ്. അടുത്ത ചോദ്യം, Who inaugurated the Silent Valley National Park on September 1985? സെപ്റ്റംബർ 1985 സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഇനാഗ്രേഷൻ ചെയ്ത ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം രാജീവ് ഗാന്ധി. So moving on to the next question, which was the first wildlife sanctuary of Kerala to appear in the postal stamp? പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ്. പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ് കേരളത്തിൽ ആദ്യമായിട്ട് പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. In which year was the Kerala's Private Forest Visiting and Assignment Act passed? കേരള പ്രൈവറ്റ് ഫോറസ്റ്റ് എന്ന ആക്ട്
പാസ്സായത് എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം 1971. In which year was the Kerala's Forest Development Corporation established? കേരളത്തിന്റെ ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1975. The Kerala Forest Research Institute is situated in കേരളത്തിന്റെ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചിരിക്കുന്നത് പീച്ചിയിലാണ്. Where was the forest school established in 1981? 1981 ഫോറസ്റ്റ് സ്കൂൾ സ്ഥാപിച്ചത് എവിടെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം അരിപ്പ. In which district is the Arippa forest situated? അരിപ്പ ഫോറസ്റ്റ് എവിടെയാണ് കാണപ്പെടുന്നത്? ഉത്തരം തിരുവനന്തപുരത്താണ് അരിപ്പ ഫോറസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്ത ചോദ്യം, In which year was the social forestry program started? Social forestry program ആരംഭിച്ചത് എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1982. Which was the first bird sanctuary of Kerala? കേരളത്തിന്റെ ആദ്യത്തെ പക്ഷി സങ്കേത കേന്ദ്രം എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം സലീം അലി ബേർഡ് സാങ്ച്വറി, തട്ടേക്കാടാണ് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേത കേന്ദ്രം. Who was the founder of the സാധുജന പരിപാലന സംഘം? സാധുജന പരിപാലന സംഘത്തിന്റെ ഫൗണ്ടർ ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം അയ്യൻകാളി. Who is the author of ജാതിക്കുമ്മി? ജാതിക്കുമ്മിയുടെ ഓതർ ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പനാണ് ജാതിക്കുമ്മി എന്നതിന്റെ ഓതർ അഥവാ കർത്താവ്. അടുത്ത ചോദ്യം, Where is the headquarters of the പ്രത്യക്ഷ രക്ഷാ ദൈവസഭ? പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. ഉത്തരം ഇരവിപേരൂർ. ഇരവിപേരൂരിലാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, Who was the owner of the സ്വദേശാഭിമാനി ന്യൂസ് പേപ്പർ? സ്വദേശാഭിമാനി ന്യൂസ് പേപ്പറിന്റെ ഉടമസ്ഥനെയാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? ഉത്തരം വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി ന്യൂസ് പേപ്പറിന്റെ ഓണർ. അടുത്ത ചോദ്യം, Who inaugurated the പാലിയം സത്യാഗ്രഹ? പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് സി കേശവനാണ്. സി കേശവൻ inaugurated the പാലിയം സത്യാഗ്രഹ. അടുത്ത ചോദ്യം, Who is known as the കേരള പാണിനി? കേരള പാണിനി എന്നറിയപ്പെടുന്നത് AR രാജരാജവർമ്മയാണ് കേരള പാണിനി എന്ന് അറിയപ്പെട്ടിരുന്നത്. അടുത്ത ചോദ്യോത്തരം, Who translated the biographies of Karl Marx and Gandhiji into Malayalam for the first time? ഗാന്ധിജിയുടെയും കാൾ മാർക്സിന്റെയും ജീവിത ചരിത്രം ആദ്യമായിട്ട് മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തത് ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളൈ. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ് ഗാന്ധിജിയുടെയും കാൾ മാർക്സിന്റെയും ജീവിത ചരിത്രം മലയാളത്തിലേക്ക് ആദ്യമായിട്ട് തർജ്ജിമ ചെയ്ത വ്യക്തി. അടുത്ത ചോദ്യം, Who introduced the ധാർമ്മിക് ബിലീഫ് സിസ്റ്റം ഓഫ് അയ്യാവഴി? അയ്യാവഴി എന്ന സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തി വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികളാണ് അയ്യാവഴി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അടുത്ത ചോദ്യം, The Savarna Jatha led by Mannathu Padmanabhan was the highlight of which agitation? ചോദിച്ചിരിക്കുന്നത് മന്നത്തു പത്മനാഭൻ നയിച്ച സവർണ ജാഥ ഏത് പ്രക്ഷോഭണത്തിന്റെ ഹൈലൈറ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വൈക്കം സത്യാഗ്രഹ. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഹൈലൈറ്റ് ആയിരുന്നു സവർണ ജാഥ. ആരാണ്? മന്നത്തു പത്മനാഭനാണ് നയിച്ചിട്ടുണ്ടായിരുന്നത്. Okay, next question. The first conference of Kochi Raja Praja Mandalam was held at where? ആദ്യത്തെ കൊച്ചി രാജ പ്രജാമണ്ഡലം സമ്മേളനം നടന്നത് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇരിഞ്ഞാലക്കുടയിലാണ് ആദ്യത്തെ കൊച്ചി രാജപ്രജാ സമ്മേളനം നടന്നിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Who was given the title of സർവ വിദ്യാധി രാജ by എട്ടര യോഗം? എട്ടര യോഗം സർവ വിദ്യാധി രാജ എന്ന ടൈറ്റിൽ നൽകി ആദരിച്ച വ്യക്തിയാണ് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളാണ് സർവ വിദ്യാധി രാജ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, കരാട്ട് ഗോവിന്ദ മേനോൻ ഈസ് ബെറ്റർ നോൺ ആസ്? കരാട്ട് ഗോവിന്ദ മേനോൻ അറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗി എന്നാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് കരാട്ട് ഗോവിന്ദ മേനോൻ അറിയപ്പെട്ടിരുന്നത്. Who awarded the title of King of Pulayas to അയ്യൻകാളി? അയ്യൻകാളിക്ക് കിങ് ഓഫ് പുലയാസ് എന്ന
ടൈറ്റിൽ അവാർഡ് ചെയ്തത് ആരാണ്? ഉത്തരം ഗാന്ധിയാണ്. ഗാന്ധിയാണ് അയ്യങ്കാളിക്ക് കിങ് ഓഫ് പുരയാസ് എന്ന ടൈറ്റിൽ നൽകി ആദരിച്ചത്. The ancient university Nalanda is at present situated in which Indian state? Ancient പണ്ടത്തെ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള നളന്ദ ഇപ്പോൾ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ബീഹാറാണ്. ബീഹാറിലാണ് ഏൻഷ്യന്റ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള നളന്ദ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. Which is the largest tributary of the river Ganga? ഇതിൽ ചോദിച്ചിരിക്കുന്നത് ഗംഗാ നദിയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം യമുനയാണ്. അടുത്ത ചോദ്യം, which Indian state is known as the land of dawn? Land of dawn എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെയാണ്? ഉത്തരം അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിനാണ് ദ ലാൻഡ് ഓഫ് ഡോൺ എന്ന് അറിയപ്പെടുന്നത്. Who was the first speaker of ലോക്സഭ? ലോകസഭയുടെ ആദ്യത്തെ സ്പീക്കർ ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം GV മൗലാൻകർ. GV മൗലാൻകർ ആണ് ആദ്യത്തെ ലോകസഭയുടെ ആദ്യത്തെ സ്പീക്കർ. Who is known as the father of പഞ്ചായത്ത് രാജ് സിസ്റ്റം? പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ബൽവന്ത് റായ് മെഹ്ത. ബൽവന്ത് റായ് മെഹ്തയാണ് ഫാദർ ഓഫ് പഞ്ചായത്ത് രാജ് എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, where was the first സത്യാഗ്രഹ ഓഫ് ഗാന്ധിജി ഇൻ ഇന്ത്യ? ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം ഇന്ത്യയിൽ എവിടെയായിരുന്നു? ഉത്തരം ചമ്പാരനാണ് ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം. നടന്ന വർഷം എന്ന് പറയുന്നത് 1917. അടുത്ത ചോദ്യം, who was the founder of the servants of Indian society? ഇന്ത്യൻ സൊസൈറ്റിയുടെ സെർവൻസിനെ കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ദ സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റിയുടെ ഫൗണ്ടർ. മന്ത്രി ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം KC ജോർജ്. KC ജോർജ് ആണ് കേരളത്തിന്റെ ആദ്യത്തെ വനം വകുപ്പ് മന്ത്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, where is the headquarters of the Kerala Forest Development Corporation? കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം കോട്ടയം. നിങ്ങളുടെ എല്ലാവരുടെയും ആവശ്യപ്രകാരം ഇനി മുതൽ ക്ലാസ്സുകൾ, മാക്സിമം ക്ലാസ്സുകൾ ഒരു ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. കുറച്ച് നാളായിട്ട് നമുക്ക് എപ്പിസോഡൊന്നും തരാൻ പറ്റിയില്ല. ഇനി കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വരാൻ പോകുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ എക്സാമിന്റെ സെക്ഷൻസ് ആണ് ഇനി ഈ ആഴ്ചകളിലും അതോടൊപ്പം തന്നെ അടുത്ത മാസമൊക്കെ നടക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഞാൻ വിജയം ആശംസിക്കുന്നു. ഇന്ന് മുതൽ ഇനി അടുത്തതായിട്ട് നമുക്ക് സ്പെഷ്യൽ ക്രാഷ് കോഴ്സുകളാണ് ആരംഭിക്കാൻ പോകുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ടൈം മാനേജ്മെൻറ്റും ഒപ്പം പഠിക്കേണ്ട സിലബസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് വരുന്ന ക്ലാസ്സുകളെല്ലാം. സോ നിങ്ങൾക്ക് അതെല്ലാം ലഭിക്കാൻ വേണ്ടിയിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ എപ്പിസോഡ് ഇടുമ്പോൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അപ്പോൾ പുതിയ എപ്പിസോഡുമായിട്ട് അടുത്ത ദിവസം ഞാൻ നിങ്ങളുടെ മുൻപിൽ വരുന്നതാണ്. ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.